വലിയ പ്രതിഷേധമാണ് ഈ വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ ഈ പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രതിഷേധം കണക്കിലെടുത്ത് അർജുനെ എറണാകുളത്തേക്ക് പ്രതിയായ അർജുനെ എറണാകുളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാറിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് കുട്ടിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. എന്തായാലും വി കെ സ്റ്റാലിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റാലിൻ, വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്നലെ പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിൽ അപ്പോൾ തന്നെ കോടതിയിൽ തന്നെ നാടകീയ രംഗങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിയെ എറണാകുളത്തേക്ക് മാറ്റി എന്നും അറിയുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അശ്വതി, ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിധിയാണ് ഇന്നലെ പ്രത്യേക കോടതിയിൽ നിന്നും കട്ടപ്പന പ്രത്യേക കോടതിയിൽ നിന്നും ഉണ്ടായത്. ഒരു കേസിൽ പ്രതിയെ ശിക്ഷിക്കുന്നു അല്ലെങ്കിൽ ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ളതാണ് പ്രശ്നം. ശിക്ഷിച്ചില്ല, കുറ്റവിമുക്തനാക്കി എന്നുള്ളതാണ്. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം, പീഡനവും അതോടൊപ്പം തന്നെ കൊലപാതകവും ഒരു ബാലികയെ ചെയ്തിട്ട് അയാളെ കോടതി ശിക്ഷിച്ചില്ല എന്നുള്ള വലിയ ഒരു പ്രതിഷേധം ആണ് ഇപ്പോൾ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും എല്ലാം ഉള്ളത്. 14 വർഷങ്ങൾ കാത്തിരുന്ന് ഉണ്ടായ ഒരു കുട്ടി ആയിരുന്നു. അതും ഈ കുറ്റകൃത്യത്തിൽ പറയപ്പെടുന്ന അർജുൻ ആ വീടുമായി ഏറെ അടുപ്പമുള്ളവരും അതേപോലെ തന്നെ ആ വീട്ടുകാർക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുമായിരുന്നു. അതുകൊണ്ട് അയാളിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് തന്നെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും പ്രതിയെ വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പോലീസിനോടും വലിയ ആദരവും ഒക്കെ ആയിരുന്നു. എന്നാൽ പിന്നീടുള്ള ചില ഘട്ടങ്ങളിലൊക്കെ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും ചില രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ വന്നതോടുകൂടി കേസ് അട്ടിമറിക്കാനുള്ള ശ്രമവും ഒക്കെ ബന്ധുക്കളും അതേപോലെ തന്നെ മാതാപിതാക്കളും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കോടതി വിധി ഉണ്ടാകുമ്പോൾ എന്തായാലും ഇയാൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെല്ലാം തകടം മറിച്ചുകൊണ്ടാണ് ഇന്നലത്തെ വിധി ഈ ഉത്തരവ് ഉണ്ടായത്. ഏതായാലും ഈ വീട്ടുകാരുടെ അതുപോലെ ബന്ധുക്കളുടെയും എല്ലാം പ്രതിഷേധം കണക്കിലെടുത്ത് ഇപ്പോഴും വണ്ടിപ്പെരിയാർ മേഖലയിലൊക്കെ അതിൻ്റെതായ പ്രതിഷേധങ്ങളുണ്ട്. എന്നാൽ പ്രത്യക്ഷ പ്രകടനങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ലെങ്കിൽ കൂടി വളരെ വൈകാരികമായ ഒരു നിലയിലാണ് നാട്ടുകാരും അതുപോലെ ബന്ധുക്കളുമെല്ലാം. അതുകൊണ്ട് തന്നെ പ്രതിയെ ഇവിടുന്ന് എറണാകുളത്തേക്ക് അയാളുടെ അഭിഭാഷകൻ വഴി എറണാകുളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് 4 മണിയോടെ കുട്ടിയെ സന്ദർശിക്കും, കുട്ടിയുടെ മാതാപിതാക്കളെ സന്ദർശിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ശരി, വി കെ സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു